കൊച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം. കൊച്ചി ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. ഹൈബി ഈഡൻ എംപിക്കൊപ്പം ഞായറാഴ്ച രാത്രിയാണ് വി.ഡി. സതീശൻ കൊച്ചി ബിഷപ്പ് ഹൌസിൽ എത്തിയത്. കൊച്ചിയിൽ ലത്തീൻ സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന് സമുദായ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത്. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അർജുൻ. ഈ തീരദേശ മേഖലയിൽ നിർണായക സ്വാധീനമുള്ളതാണ് ലത്തീൻ സമുദായം. ആ രീതിയിൽ പരിഗണിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് പരിഗണിക്കപ്പെടാത്തതിന്റെ ഒരു അതൃപ്തിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വോട്ട് ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഒരു നീക്കം അല്ലേ? ഗുഡ് മോർണിംഗ് റേജിത്ത് ആൻഡ് ശ്രുതി. അത് തന്നെയാണ്. അതായത് നേരത്തെ തന്നെ കൊച്ചി മണ്ഡലത്തിലേക്ക് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ലത്തീൻ സഭ ഈ കൊച്ചി മണ്ഡലത്തിലേക്ക് ലത്തീൻ സമുദായത്തെ പരിഗണിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് മുഹമ്മദ് ഷിയാസിനെ കൊച്ചി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്. പാർട്ടിക്കുള്ളിലും അതുമായി ബന്ധപ്പെട്ട അവസാന നിമിഷം വരെ വലിയ ആശയക്കുഴപ്പവും ചർച്ചകളും നിലനിന്നപ്പോൾ പോലും പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിൽ മുഹമ്മദ് ഷിയാസിനെ അവിടെ മത്സരിപ്പിക്കണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. ഒടുവിൽ മുഹമ്മദ് ഷിയാസ് തന്നെ കൊച്ചി മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ലത്തീൻ സഭയ്ക്കുണ്ടായ അതിർത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ എറണാകുളം MP ഹൈബി ഈഡനും ഉൾപ്പെടെയുള്ള സംഘം കൊച്ചി ബിഷപ്പ് ഹൗസിലെത്തി കൊച്ചി ബിഷപ്പിനെ കണ്ടത്. കൊച്ചി ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി ഏറെ നേരം അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മാത്രവുമല്ല LDF കൊച്ചി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് KJ മാക്സിയാണ്. സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹം ലത്തീൻ സമുദായ അംഗമാണ്. മാത്രമല്ല തൊട്ടടുത്തുള്ള അരൂർ മണ്ഡലത്തിലും സമാനമായ സാഹചര്യമാണ്. അവിടെ LDF ലത്തീൻ സഭ വിശ്വാസിയായ ദലീമ ജോജോയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ UDF ഇത്തവണയും സ്ഥാനാർത്ഥിയാക്കിയത് ഷാനിമോൾ ഉസ്മാനെയാണ്. ഇത്തരത്തിൽ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഇത്തരത്തിൽ ലത്തീൻ സമുദായത്തെ പരിഗണിക്കുന്നില്ല എന്ന ഒരു അതിർത്തി സഭയ്ക്കുള്ളിൽ ചിലർക്കുണ്ട്. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ MPയും ഇന്നലെ കൊച്ചി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.